Dear students, in the previous class we have studied up to the essential features of valid offer. And today we have to study the types of offer. Generally, the offer can be classified into 5. Very simple portion. First one, specific offer. Second one, general offer. These two types of offers that we have already studied in the essential features of valid offer. So again, the specific offer, an offer which is made to a particular person or particular class of people is called a specific offer. ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയോടോ ഒരു പ്രത്യേക സമൂഹത്തോടോ നമ്മളൊരു ഓഫർ വെച്ചാൽ അതിന് നമ്മൾ സ്പെസിഫിക് ഓഫർ എന്നാണ് പറയുന്നത്. Once again, an offer which is made to a particular person or class of people. Class of persons no, class of people no പറയുക. An offer which is made to a particular person or particular class of people is called a specific offer. ഇനി നമ്മൾ പറയണം, a specific offer can be accepted only by the person to whom the offer is made. A specific offer can be accepted only by the person to whom the offer is made. ഏതൊരാളോടാണോ നമ്മൾ ഓഫർ വെച്ചത് ആ ആൾ മാത്രമേ സ്പെസിഫിക് ഓഫറിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. വേറൊരാൾ അത് ആക്സെപ്റ്റ് ചെയ്താൽ അതിന് സ്വീകാര്യത ഇല്ല. അടുത്തത് ജനറൽ ഓഫർ. An offer which is made to people at large is called general offer. ജനത്തിന് ആകമാനമായി വയ്ക്കുന്ന ഓഫറിനെയാണ് നമ്മൾ ജനറൽ ഓഫർ എന്നൊക്കെ പറയുക. അപ്പോൾ who can accept a general offer? A general offer can be accepted by any person who is competent to contract. കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ യോഗ്യനായ ഏതൊരു വ്യക്തിക്കും ഒരു ജനറൽ ഓഫർ ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ സ്പെസിഫിക് ഓഫർ ആർക്കും ആക്സെപ്റ്റ് ചെയ്യാം, ആ സ്പെസിഫൈഡ് പേഴ്സൺ ആക്സെപ്റ്റ് ചെയ്യാം. ജനറൽ ഓഫറോ എനി പേഴ്സൺ ക്യാൻ ആക്സെപ്റ്റ് എ ജനറൽ ഓഫർ. ഇത്രയേ ഉള്ളൂ. നമ്മൾ അത് രണ്ട് പോയിന്റ് വളരെ സിമ്പിളാണ്. അടുത്ത് നമ്മൾ പറയുന്ന സ്റ്റാൻഡിങ് ഓഫർ. An offer made for the continuous supply of certain article at a certain rate over a certain period of time is called standing offer. സിമ്പിളാണ്. ഒരു നിശ്ചിത കാലയളവിലേക്ക് ഒരു നിശ്ചിത നിരക്കിൽ ഒരു നിശ്ചിത വസ്തു തുടർച്ചയായി നൽകാമെന്ന ഓഫറിനെയാണ് സ്റ്റാൻഡിങ് ഓഫർ എന്ന് വിളിക്കുക. നമുക്ക് സ്റ്റാൻഡിങ് ഓഫർ വേറെ അധ്യായത്തിൽ പഠിക്കാനുണ്ട്. സ്റ്റാൻഡിങ് ഓഫറായിട്ടല്ല, അത് നമുക്ക് പിന്നെ പഠിക്കാം. ഇവിടെ നോക്കൂ, ആൻ ഓഫർ മെയ്ഡ് ഫോർ ദ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് certain articles at a certain rate over a certain period is called standing offer. ഇവിടെ സെന്റൻസ് എഴുതിയിരിക്കുന്നത് സിമ്പിളാണ്. അപ്പം നമ്മൾ റോ മെറ്റീരിയൽ സപ്ലൈ ഒക്കെ പറയില്ലേ, ഫാക്ടറിയിൽ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുക, ഈ ക്യാൻറ്റീനിലേക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റോ ഐറ്റംസ് സപ്ലൈ ചെയ്യുക, ഇതൊക്കെ സ്റ്റാൻഡിങ് ഓഫറിന് എക്സാമ്പിൾസാണ്. അടുത്ത് നോക്കിയേ, കൗണ്ടർ ഓഫർ. മേക്കിംഗ് ആൻ ഫ്രഷ് ഓഫർ ബൈ ദ ഓഫറി ഇൻസ്റ്റെഡ് ഓഫ് ആക്സെപ്റ്റിംഗ് ദ ഒറിജിനൽ ഓഫർ. ഒരു ഓഫർ വെച്ചു എക്സ്, ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം മറ്റൊരു ഓഫർ ഇങ്ങോട്ട് വയ്ക്കുക. സിമ്പിളായ കാര്യമാണ്. ഇത് നമ്മളെല്ലായ്പ്പോഴും ചെയ്യുന്ന സാധാരണ സംഭവിക്കുന്ന ഓഫർ മിക്കവാറും തന്നെ ഈ പറയുന്ന കൗണ്ടർ ഓഫറാണ്. 10,000 രൂപയാണ് വിലയെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒരു സാധനം വിൽക്കുന്ന ആളാണ് ഞാനെങ്കിൽ എന്നോട് ചോദിച്ചു എന്ത് വില, ഞാൻ പറഞ്ഞു 10,000 രൂപ. അപ്പോൾ യു ജസ്റ്റ് പ്രോമിസ്ഡ് ടു ആക്സെപ്റ്റ് ഇറ്റ് ഫോർ 5,000. അപ്പോൾ 5,000 രൂപ എങ്ങനെ വാങ്ങിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാനത് സമ്മതിക്കുകയാണെങ്കിൽ രണ്ടാമത് പറയണം 5,000 രൂപയ്ക്ക് ഞാൻ ഈ സാധനം വിൽക്കാൻ തയ്യാറാണ് എന്ന് രണ്ടാമത് ഓഫർ ഉണ്ടാവും. അങ്ങനെ ഓഫർ ഉണ്ടാവും. അപ്പോൾ ഈ ബാർഗെയിനിങ് വരുമ്പോൾ സംഭവിക്കുന്നത് എന്താ, ഒരു കൗണ്ടർ ഓഫറാണ് സംഭവിക്കുന്നത്. അപ്പോൾ നോക്കി, മേക്കിംഗ് എ ഫ്രഷ് ഓഫർ. കൗണ്ടർ ഓഫർ ഈസ് ആൻ ഓഫർ fresh offer. Fresh means new. Making a fresh offer, listen,
making a fresh offer, new offer, by the offeree instead of accepting the existing or original offer. ആദ്യം വെച്ച ഓഫർ എന്തോ അത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം വേറൊരു ഓഫർ വെച്ചു. അതായത് വേറൊരു ഓഫർ അയാൾ പറഞ്ഞാൽ വാങ്ങിക്കോളാം. അയാൾ ഓഫർ വയ്ക്കുകയല്ല, അക്സെപ്റ്റ് ചെയ്യുന്ന ആൾ ഓഫർ വയ്ക്കുകയല്ല. അയാൾ പറയുകയാണ് 5000 രൂപയ്ക്ക് ഞാൻ അക്സെപ്റ്റ് ചെയ്തോളാം. അപ്പോൾ ഓഫറർ വേറെ ഓഫർ വയ്ക്കണം. ഇതാണ് നമ്മൾ പറയുന്നത്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അങ്ങനെയാണ്, പക്ഷെ ഇതിനെ നമ്മൾ കൗണ്ടർ ഓഫർ എന്ന് വിളിക്കുക. ഇനി ക്രോസ് ഓഫർ, when two parties make identical offers to each other in ignorance of the offers of either party എന്നാണ് സാർ. നോക്കൂ, when two parties makes identical offers to in ignorance of each other. Once again, when two parties make identical offers in ignorance of each other's offer, the offer is called cross offer. പരസ്പരം അറിയാതെ ഒരു ഓഫർ വയ്ക്കുന്നു. രണ്ടുപേരുടെ ഓഫർ എന്താണെന്ന് പരസ്പരം അറിയാതെ പാർട്ടികൾ ഓരോ ഓഫർ വെച്ച് കഴിഞ്ഞാൽ അതിനെയാണ് ക്രോസ് ഓഫർ എന്ന് വിളിക്കുക. ഇഫ് ദർ ഇസ് എ ക്രോസ് ഓഫർ, നോ വാലിഡ് കോൺട്രാക്ട് ഈസ് ക്രിയേറ്റഡ്, നോ ഓഫർ ഈസ് ക്രിയേറ്റഡ്. അവിടെ ഒരു ഓഫർ ഉണ്ടാവുന്നില്ല. പുതിയതായിട്ട് ഓഫർ വെച്ച് പുതിയ കോൺട്രാക്ട് ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഇത്രയും 5 പോയിന്റുകളാണ് യഥാർത്ഥമായിട്ട് നമുക്ക് ടൈപ്സ് ഓഫ് ഓഫർ ഉള്ളത്. ഇതെല്ലാം വളരെ സിമ്പിളാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ യു വിൽ ബി ഗെറ്റിംഗ് 5 മാർക്സ് ഫോർ ദ portion. That's all, and I'm very thankful for listening this class. Thank you very much. Okay.